കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ 4 പെട്ടി സിന്തോൾ വേണ്ടെന്ന്. ഇവിടെയൊന്നും സിന്തോൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഇല്ല. എന്റെ സേഠ്ജി, എങ്ങനെ വിൽക്കാനാ? സിന്തോളിന് നല്ല പേരാ ഉള്ളത്. ഡിസ്പ്ലേ ചെയ്യാതിരുന്നാല് ആര് വാങ്ങാനാ? കാണപ്പെടുന്നത് എന്തോ അതല്ലേ വാങ്ങുള്ളൂ സേഠ്ജി. ഒരു കാര്യം പറ, ഒരു കടക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഗോദ്റജിന്റെ നമ്പർ 1ന്റെ ഒരു സ്കീം നടക്കുന്നുണ്ടെന്ന്. നിങ്ങൾ എന്നോട് പറഞ്ഞതേയില്ല. അത് ചില പ്രത്യേക കടക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാ. ബാക്കി അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അടുത്തോടെ വരുമ്പോ പറഞ്ഞുതരാം. ഞാൻ ഏതെങ്കിലും സ്കീമിനെ കുറിച്ച് ചോദിച്ചാ തനിക്കറിയാനേ വയ്യ. എന്റെ സേഠ്ജി ഓർഡർ താ. ഓഫർ വല്ലോണ്ട് ഞാൻ പറയില്ലേ. താങ്കൾ എന്റെ ശത്രുവൊന്നും അല്ലല്ലോ. പറയൂ. എടോ, ഒരു കാര്യം പറഞ്ഞേ. ഈ വേനൽക്കാലത്ത് പല കമ്പനികളും ഡിയോ ടോൾക്കിന് മേൽ 1+1 ഓഫർ തരുന്നുണ്ട്. അത് ഞങ്ങളുടെ കമ്പനി തരുന്നുണ്ടല്ലോ. അപ്പോ ഓരോ പെട്ടി എഴുതട്ടെ രണ്ടും? തൽക്കാലം 5-5 പീസ് മതി. ശരി സേഠ്ജി, എല്ലാം സേഠ്ജിയുടെ ഇഷ്ടം. ഈ സ്റ്റോക്ക് വരുമല്ലോ അല്ലേ? പലപ്പോഴും നിങ്ങൾ ഓർഡർ കൊണ്ടുപോകും, സാധനം വരാറില്ല. സേഠ്ജി നോക്ക്, സ്റ്റോക്കിലുണ്ടെങ്കിൽ തീർച്ചയായും വരും, ഇല്ലെങ്കിൽ വരികയുമില്ല. താങ്കൾ ഞങ്ങളുടെ ശത്രുവൊന്നും അല്ലല്ലോ. ശരി, ഒരു പെട്ടി നമ്പർ 1ഉം 3 പെട്ടി സിന്തോളും എഴുതുക ഞാൻ. ഈ തവണത്തെ ടാർഗറ്റ് ബോസ് കുറെ കൂടുതലാണ് തന്നിരിക്കുന്നത്. വേണ്ട. ഇപ്പൊ എന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരു കാര്യം ചെയ്യേ, ഒരു പെട്ടി നമ്പർ 1ന്റെ തന്നോ. ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളാം. കഴിഞ്ഞ തവണ നിങ്ങൾ ഹെയർ കളറിന്റെ സ്റ്റോക്ക് തന്നത് അത് ഇതേവരെ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല എന്റെ ഏരിയയിൽ ഹെയർ കളറിന് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന്. എന്റെ സേഠ്ജി, കുറഞ്ഞത് ഒരു 2 പെട്ടിയെങ്കിലും സേഠ്ജി എടുക്കണം. അല്ലേ, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേ. ഞങ്ങൾക്ക് മുകളിലേക്ക് മറുപടി കൊടുക്കേണ്ടതാ. ഞാൻ 2 പെട്ടി എഴുതാൻ പോവാ. പിന്നെ പറഞ്ഞേ, ഇനി എന്താ വേണ്ടത്? റെസ്പോൺസ് നല്ലതാണ് നൂപുർ മെഹന്തിയുടെ. പിന്നെ രവി, കഴിഞ്ഞ മാസത്തെ നൂപുർ മെഹന്തിയുടെ ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല. അതെ സാർ, അതെനിക്കറിയാം. മറ്റെന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും പെൻഡിംഗ് ഇല്ലല്ലോ. രവി ഓർക്കുന്നോ, 3 മാസം മുമ്പേ ഞാൻ ഹെയർ കളറിന്റെ സ്റ്റോക്ക് മേടിച്ചിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ ഞങ്ങളുടെ അവിടെ ഇത് വിൽക്കില്ലെന്ന്. ആ സ്റ്റോക്ക് ഇപ്പോഴും അതേപോലെ കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാമോ, അതിന് പകരം എനിക്ക് സിന്തോളോ വേറെ പ്രോഡക്റ്റ് തന്നൂടെ? അപ്പോ താങ്കൾ പറയുന്നത് ഞാൻ ഹെയർ കളറിന്റെ സ്റ്റോക്ക് തിരികെ എടുത്തിട്ട് അതിന് പകരം അതേ തുകയ്ക്ക് വേറെ എന്തെങ്കിലും നൽകണം? സേഠ്ജി, താങ്കളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. റിന്യൂ ഹെയർ കളറിന്റെ പരസ്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരു 2 ആഴ്ച ഈ ചരക്ക് താങ്കളുടെ ഷെൽഫിൽ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യൂ. 2 ആഴ്ചയ്ക്ക് ശേഷവും വിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ചരക്ക് തിരികെ എടുത്തോളാം. സേഠ്ജി, ഞാൻ പറയുന്നത് കേൾക്ക്. സിന്തോൾ ഡിയോ സോപ്പിന്റെ 4 സെറ്റ് വാങ്ങിവെക്ക്. ഇതിന് നല്ല പബ്ലിസിറ്റിയാണ് നടക്കുന്നത്. ടിവിയിൽ, റേഡിയോയിൽ. ഭാവിയിൽ ഇതിന് നല്ല ഡിമാൻഡായിരിക്കും. ഇതെന്താ, പുതിയ സോപ്പാണോ? അതെ. അയ്യോ, 4 കൂടുതലായിരിക്കും. 2 തന്നേരെ. കഴിഞ്ഞ തവണ കൂടുതൽ ചരക്കെടുത്തിട്ട് വിൽക്കാൻ പ്രയാസമായിരുന്നു. എന്റെ സേഠ്ജി, കൂടുതൽ വെറൈറ്റി വച്ചില്ലെങ്കിൽ പിന്നെ കസ്റ്റമറിന് എങ്ങനെ ചോയ്സ് കിട്ടും? സിന്തോളിന്റെ എല്ലാ വെറൈറ്റിയും ഞാൻ തരാം. ഇപ്പോൾ ഞാൻ ഉറപ്പു തരുന്നു, താങ്കളുടെ സെയിൽ ഇരട്ടിയാകും. നോക്കിക്കോ. ശരി, തന്നേക്ക്. താങ്കൾ വിഷമിക്കാതെ സേഠ്ജി. ഡോണ്ട് വറി. താങ്കളുടെ കഴിഞ്ഞ മാസത്തെ ഇൻസെന്റീവ് ഉടനെ തന്നെ ക്ലിയർ ചെയ്യാം. ശരി. ഓക്കെ. ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോ എന്തെങ്കിലും പുതിയ സ്കീം ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയിക്കാം.